പെൻഗ്വിനുകളെ നാം എല്ലാം TV-യിലും വീഡിയോസിലും എല്ലാം കണ്ടിരിക്കും. അതുപോലെ തന്നെ പോളാർ ബിയറിനെയും കണ്ടിരിക്കും. ഇവ രണ്ടും ഉള്ളത് മഞ്ഞ് മൂടി കട്ടിയുള്ള ഐസ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഉള്ളത്. എന്നാൽ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പോളാർ ബിയറും പെൻഗ്വിനുകളും തമ്മിൽ നേരിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. കാരണം അവ ഉള്ളത് ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലാണ്. പെൻഗ്വിൻ ആണെന്നുണ്ടെങ്കിൽ അന്റാർട്ടിക്കയിൽ മാത്രം, അതായത് ഈ സൗത്ത് പോളിന് അടുത്തുള്ള ഭാഗങ്ങളിൽ മാത്രം, മഞ്ഞ് മൂടിയിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം. എന്നാൽ പോളാർ ബിയർ ആണെന്നുണ്ടെങ്കിലോ ഈ നോർത്ത് പോളിനടുത്ത് മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഈ വടക്കേ അമേരിക്കയും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും അങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന ഭാഗങ്ങളിൽ മാത്രമാണുള്ളത്. ഇവർ താമസിക്കുന്ന ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ഏറ്റവും ചുരുങ്ങിയ ദൂരം തന്നെ ഏകദേശം 16,000 കിലോമീറ്ററിന് മുകളിൽ വരും. നല്ല വേഗത്തിൽ പോകുന്ന പ്ലെയിനിൽ പോയാൽ പോലും, നിർത്താതെ പോവുകയാണെങ്കിൽ പോലും 20 മണിക്കൂർ എടുക്കും ഈ ദൂരം കവർ ചെയ്യാനായിട്ട്. പെൻഗ്വിൻ ആണെങ്കിലും പോളാർ ബിയർ ആണെന്നുണ്ടെങ്കിൽ ഐസ് മൂടിയ സ്ഥലങ്ങളിൽ മാത്രമാണ് അവരുണ്ടാവുക. അത് കാരണം അവർ ഒരിക്കലും ഈ ഭൂമധ്യരേഖ കടന്ന് ഇപ്പുറത്തേക്ക് പോന്നിട്ടില്ല. പോളാർ ബിയർ ഇങ്ങോട്ട് പോന്നിട്ടില്ല, അതുപോലെ തന്നെ പെൻഗ്വിൻ ഈ ഭാഗത്തേക്കും പോന്നിട്ടില്ല. ഇനി ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെയുള്ള സാധ്യത മനുഷ്യർ കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ഏകദേശം 300ഓളം പോളാർ ബിയറുകളെ നമ്മൾ പരീക്ഷണാർത്ഥം സൂകളിലേക്കും അതുപോലെ തന്നെ ചില നിരീക്ഷണ സ്ഥലങ്ങളിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പെൻഗ്വിനെ ആണെങ്കിൽ ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ച് അവർ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും അവർ കാണുക, അതല്ലാതെ ഒരിക്കലും അവർ നേരിട്ട് കണ്ടിട്ടില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജ് രാജ്.